Hello all, welcome to Teacher at Home. Today class we are going to learn the third chapter. That is the 9th class third chapter, Simple Nutrients into Cells. Simple nutrients reach cells through where? Through blood it reaches. If so, does blood enter cells? Does it? These are the doubts of two children being asked. Don't you have a doubt like this? Do simple nutrients get absorbed into blood and lymph in the small intestine? അപ്പോൾ ഇതൊക്കെയാണ് ഡൗട്ട് ആരുടെ സാബു ആൻഡ് സിനിയുടെ. ഹൗ ഡു സിമ്പിൾ ന്യൂട്രിയൻ റീഡ് ദ സെൽസ് ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്? എങ്ങനെയാണ് ഈ ന്യൂട്രീഷ്യൻസ് അല്ലെ ചെറിയ ചെറിയ ന്യൂട്രീഷ്യൻസ് എവിടെ നിന്ന് സെൽസിലേക്ക് എത്തുന്നത്? ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫിലൂടെ. ടു നോ ദിസ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കമ്പോണൻസ് ഓഫ് ബ്ലഡ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡിന്റെ കമ്പോണൻസിനെ കുറിച്ചുള്ള അറിവ് വേണം. യു നോ ദാറ്റ് ബ്ലഡ് കണ്ടെയ്ൻസ് പ്ലാസ്മ ആൻഡ് ബ്ലഡ് സെൽസ്. ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? പ്ലാസ്മയും ബ്ലഡ് സെൽസും ഉണ്ട്. But they cannot be distinguished in a single glance. അപ്പോൾ ബ്ലഡ് കണ്ട തന്നെ നമുക്ക് അതിനെ ഡിഫറൻസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇതാണ് പ്ലാസ്മ, ഇതാണ് ബ്ലഡ് സെൽസ് എന്ന് നമുക്ക് അറിയില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇഫ് യു ആഡ് കെമിക്കൽസ്, ഏത് കെമിക്കലാ? EDTA, എത്തിലിൻ ഡയമീൻ tetraacetic acid, that has to be added as an anticoagulant of blood to a test tube containing blood. അപ്പോൾ കോയാഗുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കാതിരിക്കാം. that is anticoagulant. ഏതാ? EDTA. എന്നിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണുക? ബ്ലഡ് സെൽസ് എന്റെ ലിക്വിഡ് പാർട്ട് കാണും അല്ലെ. ബ്ലഡ് സെൽസ് താഴെയും ലിക്വിഡ് പാർട്ട് മുകളിലും. ലിക്വിഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാസ്മ. എത്ര പെർസെന്റേജ്? 45% പ്ലാസ്മയും ബ്ലഡ് സെൽസ് ആണെങ്കിൽ 55% പ്ലാസ്മയും ബ്ലഡ് സെൽസ് ആണെങ്കിൽ 45%. Then what all it contains? That is, it contains blood cell constitute എത്രയാണ്? 45% blood. അപ്പോൾ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? വൈറ്റ് ബ്ലഡ് സെൽ, റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഈവൻ ദോ ദ ബ്ലഡ് സെൽസ് പെർഫോം വേരിയസ് ഫംഗ്ഷൻ, പ്ലാസ്മ പ്ലേ എ മേജർ റോൾ ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്. പ്ലാസ്മ ഇസ് ദ പെയിൽ യെല്ലോ കളേർഡ് ഫ്ലൂയിഡ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്. പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു പെയില് അല്ലെ, യെല്ലോ കളറാണ് പ്ലാസ്മയ്ക്ക്, പെയിൽ യെല്ലോ. പിന്നെ അതെന്താ എത്രയുള്ളത്? 55% ആണ് ബ്ലഡിലുള്ളത്. ബ്ലഡ് സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ പ്ലാസ്മ. ആ പ്ലാസ്മയിലാണ് പിന്നെ നമ്മൾ എന്ത് കാണുക? ബ്ലഡ് സെൽസ് കാണുക. Simpler molecules formed as a result of digestion. അപ്പോൾ ഡൈജഷനിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? ചെറിയ മോളിക്യൂൾസ് ലഭിക്കും അല്ലെ. ആ മോളിക്യൂൾസ് ഏതൊക്കെയാ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ഇതൊക്കെയാണ് നമുക്ക് ഡൈജഷനിലൂടെ ലഭിക്കുന്നത്. റീച്ച് സെൽസ് ത്രൂ ദ പ്ലാസ്മ. സെല്ലിലേക്ക് എങ്ങനെ എത്തുന്നത്? പ്ലാസ്മ വഴിയാണ് അവർ എത്തുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ഇലിസ്ട്രേഷൻ. അപ്പൊ പ്ലാസ്മനെ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തു അല്ലെ. വാട്ടർ, പ്രോട്ടീൻ ആൻഡ് അതർ ഫാക്ടേഴ്സ്. Water എത്ര പെർസെന്റേജ്? 90 to 92% it is contained in water. Then protein 7 to 8%. Other factors. അപ്പോൾ ഈ protein again it is subdivided into albumin, globulin and fibrinogen. What is the main aim of albumin? Regulate blood pressure. അപ്പോൾ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ആൽബുമിൻ. ഗ്ലോബുലിൻ എങ്ങനെയാണ്? ഹെൽപ്പ് ഇൻ ഡിഫൻസ് അല്ലെ. ഡിഫൻസ് മെക്കാനിസം അഗൈൻസ്റ്റ് ദ ബോഡി. ബോഡിയിലേക്കുള്ള വരുന്ന മൈക്രോ ഓർഗാൻസിനെ ഡിഫെൻസ് ചെയ്യണത് ഗ്ലോബുലിൻ ആണ്. പിന്നെ ഫൈബ്രിനോജൻ പ്ലേ എ റോൾ ഇൻ ദ കോയാഗുലേഷൻ ഓഫ് ദ ബ്ലഡ്. കട്ട പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യണത് എന്താണ്? ഫൈബ്രിനോജൻ ആണ്. അതർ ഫാക്ടേഴ്സിൽ എന്തൊക്കെ ഉൾപ്പെടും? ഫാറ്റ്, സോൾട്ട്, യൂറിയ, ഷുഗർ, ഹോർമോൺസ്, ഇതൊക്കെ അതർ ഫാക്ടേഴ്സിൽ ഉൾപ്പെടും. ഇൻഡിക്കേറ്റേഴ്സ് ഫാക്ടേഴ്സ് അബ്സോർബ്ഡ് ത്രൂ പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് their functions. You know that the blood circulates all over the body through blood vessel അല്ലെ. ബ്ലഡ് എന്താണ്? എല്ലാ ഭാഗത്തേക്കും എത്തും. എങ്ങനെയാണ്? ത്രൂ ബ്ലഡ് വെസൽസിൽ. ഹാർട്ട്. ആസ് എ ഹ്യൂമൻ ഹാർട്ട് വർക്ക് relentlessly like a pump. Blood flows from blood vessels continuously in all direction. അപ്പൊ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പമ്പാണ് അല്ലെ. എല്ലാ സമയം എന്ത് ചെയ്യും? അത് ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും ത്രൂ ദ ബ്ലഡ് വെസൽസ് ഇൻ ഓൾ ഡയറക്ഷൻ. സ്ലൈറ്റ്ലി tilted towards the left and between the two lungs. അല്ലെ, രണ്ട് ലങ്സിന്റെ ഇടയിലാണ് ടിൽറ്റഡ് ആയിട്ട് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ബിഹൈൻഡ് ദ സ്റ്റോർണം ഇൻ ദ thoracic cavity. thoracic cavityയുടെ അല്ലെ ബാക്ക് മീൻസ് ബിഹൈൻഡ്. ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് is seen the heart. thoracic cavityയുടെ ഫ്രണ്ട് ആയിട്ടാണ് ഹാർട്ട് കാണുന്നത്. The size of the human heart is equal. ഹ്യൂമൻ ഹാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ മടക്ക് അല്ലെ, കൈമുഷ്ടിയുടെ ഒരു പിടിയാണ് എന്ത്? ഹാർട്ട്. ഓരോരുത്തരുടെയും കൈപ്പിടിയാണ് എന്ത്? ഹാർട്ടിന്റെ സൈസ്.
Pericardium is a double layered membrane that covers. അപ്പോൾ ഹാർട്ടിനെ കവർ ചെയ്യണത് ആ മെംബ്രെയിനെ നമ്മൾ എന്താ പറയുക, പെരികാർഡിയം. അതെന്തായിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. What is the main purpose of this fluid? This fluid, it reduces the friction between the membranes. അതായത് ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പമ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉള്ളത്. This is a picture of a heart. Aorta, superior vena cava, right pulmonary artery, left pulmonary artery, then vein, left pulmonary vein, then pulmonary artery, left atrium, tricuspid, bicuspid valve, inferior vena cava, pulmonary valve, aortic valve. Chambers of the heart. The blood vessels which carry blood to the heart and the heart chambers where they end. അല്ലേ, ബ്ലഡ് വെസൽ എന്താണ്? ബ്ലഡ് ഹാർട്ടിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യും, പിന്നെ അവിടെ നിന്നും പല ഭാഗങ്ങളിലേക്കും. വാൾസ് പൊസിഷൻ ആൻഡ് ഫങ്ഷൻ. ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? ആർട്ടറി ഉണ്ടല്ലേ, ആർട്ടറി ആൻഡ് വെയിൻ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് along with the heart the blood vessels also have a role in circulating blood to different. അപ്പൊ ഹാർട്ടിനെ കൂടാതെ വേറെന്തിനാണ്? ബ്ലഡ് വെസൽസിനും വലിയൊരു റോൾ ഉണ്ട് അല്ലെ, ബ്ലഡ് നാനാ ഭാഗത്തും എത്തിക്കുന്നതിൽ. ലാർജ് ആർട്ടറീസ് അറൈസിംഗ് ഫ്രം ദ ഹാർട്ട് സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ആർട്ടറീസ്. അപ്പൊ ഹാർട്ടിൽ നിന്ന് വരുന്ന ഈ വലിയ ആർട്ടറികളില്ലേ, അതെന്താണ്? അത് സ്പ്ലിറ്റ് ആക്കും. എന്താക്കിയിട്ട്? സ്മോൾ ചെറിയ ആർട്ടറി ആയിട്ട് സ്പ്ലിറ്റ് ആവും. ആൻഡ് ഇൻ ടേൺ സ്പ്ലിറ്റ് ഇൻ ടു കാപ്പിലറീസ്. അത് അഗെയിൻ സ്പ്ലിറ്റ് അല്ലേ, ആർട്ടറീസ് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ എന്താണ്? കാപ്പിലറീസ് ആയിട്ടും സ്പ്ലിറ്റ് ആവും. Further, these capillaries unite to form small veins and അതായത് പിന്നെ ഈ കാപ്പിലറീസ്, അതായത് ലാർജ് ആർട്ടറീസ് വന്നിട്ട് സ്പ്ലിറ്റ് ആയിട്ട് സ്മോൾ ആർട്ടറീസ് ആവും, എന്നിട്ട് അത് കാപ്പിലറീസ് ആയിട്ട് ഫോം ചെയ്യും. ഈ കാപ്പിലറീസ് യുണൈറ്റഡ് ടു ഫോം സ്മോൾ വെയിൻസ്, സ്മോൾ വെയിൻസ് യുണൈറ്റഡ് ടു ഫോം ലാർജർ വെയിൻസ് അല്ലേ. അതിനുശേഷം അവിടെ എവിടെ എത്തും? ഹാർട്ടിലേക്ക് എത്തും. ബ്ലഡ് വെസൽസ് ആർ ത്രീ ടൈപ്സ്. ഏതൊക്കെയാ? വെയിൻ, ആർട്ടറി ആൻഡ് കാപ്പിലറീസ്. വെയിൻ, ഇറ്റ് ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട് അല്ലെ. വെയിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് വെയിനാണ്. ആർട്ടറി ആണെങ്കിലോ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആർട്ടറി. തിൻ വാൾ ഉണ്ട് അല്ലെ, ആ വെയിനിന് തിൻ വാളാണ്. ആർട്ടറിക്കാണെങ്കിൽ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്. പിന്നെ വെയിൻ, വാൾസ് ആർ സീൻ ഇൻസൈഡ്. ഹിയർ നോ വാൾസ് ആർ സീൻ. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ അല്ലെ. ബ്ലഡ് ലോ സ്പീഡിലും ലോ പ്രഷറിലുമാണ് പോകുന്നത്. ആർട്ടറിയിലാണെങ്കിലോ ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലുമാണ് പോകുന്നത്. കാപ്പിലറീസ്, തിൻ വെസൽസ് ദാറ്റ് കണക്ട് വെയിൻസ് ആൻഡ് ആർട്ടറീസ്. അപ്പൊ ചെറിയ വെസലാണ്, അത് എന്തിനേക്കാ കണക്ട് ചെയ്യുക? ആർട്ടറിനെയും വെയിൻസിനെയും കണക്ട് ചെയ്യും. പിന്നെ വാൾ, ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ചെറിയ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ചുമരുണ്ടാക്കിയിരിക്കുന്നത്, വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മൈന്യൂട്ട് പോർ, ചെറിയ ചെറിയ പോർസ് കാണാറുണ്ട്. വാൾസ് ആർ ആബ്സെന്റ്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് low pressure. See, everything it is very clearly given in the box. You have to note this from the box given. Here it is given the working of the heart. The heart beats continuously with a rhythm. അപ്പോൾ ഒരു rhythm പോലെയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുക അല്ലെ. ഇനീഷ്യേഷൻ ഓഫ് ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട്. തുറക്കലും അടയ്ക്കലും ഒക്കെ ചെയ്യല്, കോൺട്രാക്ട് ചെയ്യുക പിന്നെ റിലാക്സ് ചെയ്യാം. റെഗുലേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. അപ്പൊ ഈ ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യണം അല്ലെ. ഇതിൽ റെഗുലേറ്റ് ചെയ്താലേ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ പ്രോസസ്സ് നടക്കുള്ളൂ. അത് ആരെ കൺട്രോൾ ചെയ്യണം? സൈനോ ആർട്ടറിയൽ നോഡാണ് കൺട്രോൾ ചെയ്യണത്. എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എ റൈറ്റ് ആർട്ടറിയൽ വാൾവിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആസ് ഇറ്റ് ഫംഗ്ഷൻ ലൈക്ക് ഇലക്ട്രിക് സെൽ, ഇറ്റ് ഈസ് നോൺ ആസ് എ പേസ് മേക്കർ. ഒരു ഇലക്ട്രിക് സെൽ പോലെ ഫംഗ്ഷൻ ചെയ്യണത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുക? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുക. That is artificial pacemaker. The pacemaker has to function properly. അല്ലെ, pacemaker എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ഹാർട്ട് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. If it is not working properly, it has to be resolved. അല്ലെ, വർക്ക് പ്രോപ്പർ ചെയ്യില്ലെങ്കിൽ എന്താണ്? അതിനെ റിക്കവർ ചെയ്തെടുക്കണം. അപ്പൊ എന്താ? ആർട്ടിഫിഷ്യൽ പേസ്മേക്കർ ബിനീത് ദ സ്കിൻ ത്രൂ ദ സർജറി. സ്കിന്നിന്റെ അടിയിലായിട്ട് നമ്മൾ പേസ്മേക്കർ ഘടിപ്പിക്കും. രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇസ് ദ പൾസ് ജനറേറ്റർ. ദ സെക്കൻഡ് പാർട്ട് ഇസ് ദ മെക്കാനിസം വിച്ച് ട്രാൻസ്മിറ്റർ. ആദ്യത്തേത് പൾസ് ജനറേറ്റ് ചെയ്യാനുള്ളതാണ്. സെക്കൻഡ് എന്താണ്? സിഗ്നൽ, ഇലക്ട്രിക് സിഗ്നൽ ഒരു പാർട്ടിൽ നിന്ന് ഹാർട്ടിൽ നിന്ന് മറ്റേ പാർട്ടിലേക്ക് അല്ലെ. വീനക്കവ, പൾമിനറി വെയിൻ.
blood from different part of the body. Vena cava il ninnana endu pala bhagathil ninnulla blood collect cheya എന്നിട്ട് അത് റൈറ്റ് ആർട്ടറിയത്തിലേക്ക് പോകും. പിന്നെ എവിടേക്കാ പോവുക? ട്രൈകസ്പിഡ് വാൾവിലേക്ക് അല്ലേ. അതിനുശേഷം റൈറ്റ് വെൻട്രിക്കിൾ, പിന്നെ അവിടെ നിന്നും ബ്ലഡ് ടു ദ ലങ്സ്, ദെൻ പൾമിനറി. ലങ്സിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആർട്ടറിയുടെ പേരെന്താ? പൾമിനറി ആർട്ടറി. അപ്പൊ വീന കാവയിൽ നിന്നാണ് എന്ത് സംഭവിക്കുക? ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്ട്, ദേഹത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് എ ബോഡി അല്ലെ. വീനക്കാവ എന്ത് ചെയ്യും? പല ഭാഗത്തു നിന്നുള്ള ബ്ലഡ് കളക്ട് ചെയ്ത് റൈറ്റ് ആർട്ടറിയത്തിലേക്ക് പോകും. അവിടെയുള്ള എന്താണ്? ട്രൈകസ്പിഡ് വാൾവ് അല്ലെ. അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോയിട്ട് ലങ്സിലെ ബ്ലഡ് ടു ദ ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെന്താണ്? പൾമിനറി ആർട്ടറി. ഓക്കെ. ദെൻ പൾമിനറി വെയിൻ, ബ്ലഡ് ലങ്സിൽ നിന്നുള്ള ബ്ലഡ് പൾമിനറി വെയിന് കളക്ട് ചെയ്യും. അത് ഏതിലേക്കാ പോവുക? ലെഫ്റ്റ് ആർട്ടറിയിലേക്ക് പോവും. പിന്നെ ബൈകസ്പിഡ് വാൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, bicuspid wall, left ventricle, then blood to different part of the body through the aorta. Carbon dioxide rich blood from different part of the body reaches the right atrium. Oxygen carbon dioxide എന്ത് ചെയ്യും? ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡ് റൈറ്റ് ആർട്ടറിയത്തിലേക്കും ഓക്സിജൻ ഉള്ളത് എവിടേക്ക്? ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്കും അല്ലെ. പൾമിനറി വെയിനിൽ കൂടിയിട്ടാണ് അത് റീച്ച് ചെയ്യുക. അതിനുശേഷം വെൻട്രിക്കിള് കോൺട്രാക്ട് ചെയ്യും. യു നോ ദാറ്റ് ബ്ലഡ് സപ്ലൈസ് oxygen to all cells and receives carbon dioxide from them. Where does the blood go when the arteria contract? Ventricles lekana blood poova. Does the blood flow back to the arteria? Back ആയിട്ട് ഒരിക്കലും അത് തിരിച്ചു പോവില്ല അല്ലെ. പിന്നെ എന്തുകൊണ്ട്? വാൾവിൽ കൂടിയിട്ടാണ് അത് പോവാറ്. കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ബ്ലഡ് വെസൽസ് ആണ്? അയോർട്ടയും പൾമിനറി വാൾവ്സും. If so, what causes the increase in the level of carbon dioxide in the blood present in the vena cava and the level of oxygen? Double circulation. When blood flows from the heart to different parts of the body and vice versa, it passes twice through the chambers of the heart. അല്ലേ? ബ്ലഡ് പല ഭാഗത്തിൽ നിന്നും ഹാർട്ടിലേക്ക്, തിരിച്ച് ഹാർട്ടിൽ നിന്നും പല ഭാഗത്തേക്ക് പോണ സമയത്ത് എന്താണ്? രണ്ട് സർക്കുലേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇൻക്ലൂഡ് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷനിൽ എന്തൊക്കെ വേണം? സിസ്റ്റമാറ്റിക് സർക്കുലേഷനും പൾമിനറി സർക്കുലേഷനും വേണം. സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് ഇൻ ദ റൈറ്റ് ആർട്ടറി അല്ലെ. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റ് ആർട്ടറിയത്തിലാണ് അത് അവസാനിക്കുക. ദ സർക്കുലേഷൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് ഇൻ ദ ലെഫ്റ്റ് ആർട്ടറിയം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുക. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ ഇൻക്ലൂഡിംഗ് ഹാർട്ട് ചാമ്പേഴ്സ് ആൻഡ് ദ ബ്ലഡ് വെസൽസ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി അല്ലെ. അതിൽ നിന്ന് വീന കാവ, ദെൻ റൈറ്റ് ആർട്ടറിയം, അതിൽ നിന്ന് പോയിട്ട് എവിടെ പോകും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. പൾമിനറി ആർട്ടറി, പൾമിനറി ഇൻ ദ സെൻസ് ലങ്സ് അല്ലെ. പിന്നെ അതിലേക്ക് പൾമിനറി വെയിനിലേക്ക്, ലെഫ്റ്റ് ആർട്ടറിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ദെൻ അയോർട്ട. ഇങ്ങനെയാണ് സർക്കുലേഷൻ നടക്കുന്നത്. സിമ്പിൾ ന്യൂട്രിയൻ ടു ദ ഹാർട്ട്. ഹൗ ഡു സിമ്പിൾ ന്യൂട്രിയൻ വിച്ച് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീച്ച് ഹാർട്ട്? അതപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷനും സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതെങ്ങനെയാണ് ഹാർട്ടിൽ റീച്ച് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്. പോർട്ടൽ സർക്കുലേഷൻ എങ്ങനെയാത്? സർട്ടൻ വെയിൻസ് ഡു നോട്ട് റീച്ച് ദ ഹാർട്ട്. ചില വെയിൻസ് ഹാർട്ടിലേക്ക് റീച്ച് ചെയ്യില്ല. അത് ക്യാരി ബ്ലഡ് ടു ഓർഗാൻസിലേക്കാണ് അവർ ബ്ലഡ് ക്യാരി ചെയ്യുക. അങ്ങനത്തെ വെയിൻസിനെ നമ്മൾ എന്ത് പറയും? പോർട്ടൽ വെയിൻസ് എന്ന് പറയും. They begin from one organ as the capillaries and vein. ഒരു ഓർഗാനിൽ നിന്ന് ബിഗിൻ ചെയ്തിട്ട് മറ്റു ഓർഗാനിലേക്കാണ് അവർ എൻഡ് ചെയ്യുക. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഇൻ വിച്ച് പോർട്ടൽ വെയിൻസ് അല്ലെ. ബ്ലഡ് സർക്കുലേഷനിൽ പോർട്ടൽ വെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. കാപ്പിലറീസ് ഇൻ ദ ഇൻറ്റസ്റ്റൈനിലുള്ള കാപ്പിലറീസ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിൽ റീച്ച് ചെയ്ത് കാപ്പിലറീസ് ഇൻ ദ ലിവർ, ദെൻ ഹെപ്പാറ്റിക് വെയിൻ, വീന കാവ, ദെൻ ഹാർട്ട്. ഇങ്ങനെയാണ് ഓർഗാൻസിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലേക്ക് റീച്ച് ചെയ്യണത്. Peculiarity of portal veins, path of simple nutrients from the small intestine to the heart. Hepatic portal system. Liver is the center of metabolism. അപ്പൊ മെറ്റബോളിസം, നമ്മുടെ ദേഹത്തിലെ മെറ്റബോളിസത്തിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് ലിവർ ആണ്. സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലെ എന്ത് ചെയ്യും? അവർ പല പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ട് പല ചേഞ്ചസ് എവിടെയാണ്? ലിവറിലാണ് നടക്കുന്നത്. സ്റ്റോറേജ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ, റിലീസിങ് എനർജി ഫ്രം ഫാറ്റി ആസിഡ് അല്ലെ. ഗ്ലൂക്കോസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നമ്മള് ഗ്ലൈക്കോജന്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്?
fatty acid നിന്ന് energy liberate ചെയ്യാം, cholesterol etc. such changes. How do you understand the role of heart? Rhythmic heartbeat, the functioning heart is made possible. Heartbeat, pulse and blood pressure. One systole and the subsequent diastole together constitute a heartbeat. അപ്പോൾ ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും കൂടി ചേർന്നതാണ് എന്ത് heartbeat. Okay. It takes എത്ര സമയം എടുക്കുക 0.8 seconds contraction of the chambers of a heart അല്ലേ ഹാർട്ടിന്റെ ചേംബേഴ്സിലുള്ള കോൺട്രാക്ഷനെ നമ്മൾ എന്ത് പറയും സിസ്റ്റോൾ എന്ന് പറയും. And during this phase blood flows from the artery to the ventricles and from ventricle to outside. ഈ ഒരു അതായത് സിസ്റ്റോളിന്റെ സമയത്ത് എന്താ സംഭവിക്കുക ബ്ലഡ് ആർട്ടറിയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് പോയിട്ട് തിരിച്ച് വെൻട്രിക്കിൾസ് നിന്ന് വേറെ ഭാഗങ്ങളിലേക്ക് പോകും. Consequently, along with the artery, the ventricles also relax ചെയ്യുക അല്ലെ. This stage of relaxation, ഈ റിലാക്സ് ചെയ്യുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ഡയസ്റ്റോൾ എന്ന് പറയുക. Chambers of heart get filled with the blood. The heart beat at an average അല്ലെ ഹാർട്ട് ബീറ്റിന്റെ ആവറേജ് 72 times per minute. The wave-like movement formed during the contraction and relaxation of heart is felt throughout the walls of the arteries. അപ്പൊ എന്താണ് ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ്. കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുമ്പോൾ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക ത്രൂ ദ വാൾസ് ആൻഡ് ആർട്ടറീസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക പൾസ് എന്ന് പറയുക അല്ലെ. റേറ്റ് ഓഫ് പൾസ് ഈസ് ഈക്വലന്റ് ടു ദാറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. യൂസിംഗ് ദിസ് മെത്തേഡ് ചെക്ക് ദ നമ്പർ ഓഫ് പൾസസ് ഇൻ എ മിനിറ്റ് ആൻഡ് റെക്കോർഡ് ഇറ്റ്. ആഫ്റ്റർ ഡൂയിങ് എക്സസൈസ് കുറച്ച് മിനിറ്റിലേക്ക് എക്സസൈസ് ചെയ്ത ശേഷം നമ്മൾ പൾസ് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ് വിൽ ബി ദർ ഇസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഓൺ ദ പൾസ് റേറ്റ്. പിന്നെ എവിടേക്കാണ് നമുക്ക് പൾസ് റേറ്റ് അറിയാൻ പറ്റുക ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫോർഹെഡ് അല്ലെ നെറ്റിയുടെ ഇരുവശത്തും പിന്നെ കഴുത്തിലും നമുക്ക് നോക്കിയാൽ ഹാർട്ട് ബീറ്റ് അറിയാം. With the help of the teacher you can do this. About 70 ml of blood it is pumped into artery every time the heart contract. അപ്പോൾ 70 ml ബ്ലഡ് ആണ് അല്ലെ ഓരോ പ്രാവശ്യം ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആർട്ടറിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. The pressure exerted by this excess blood on the walls. അപ്പൊ ഈ സമയത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. അത് എത്രയാണ് 120 mmHg അല്ലെ 120 mmHg ആണ് അതിന്റെ റീഡിങ്. When a heart dilates fully, the same quantity of blood enters the heart. Heart dilate ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത്രയും ബ്ലഡ് തന്നെയാണ് ഹാർട്ടിലേക്ക് എൻട്രി ചെയ്യുക. ആ ലോ പ്രഷർ അല്ലെ ആ സമയത്ത് ഒരു ലോ പ്രഷർ ആ ആർട്ടറി ഫീൽ ചെയ്യുക. അതിനെയാണ് ഡയസ്റ്റോൾ പ്രഷർ എന്ന് പറയുക. അത് ഈക്വൽ ടു എമൗണ്ട് ഓഫ് 80 mmHg. The blood pressure of an individual is stated അല്ലെ ഈ ബ്ലഡ് പ്രഷറിനെയാണ് രണ്ട് പ്രഷർ ആയിട്ട് പറയുന്നത്. മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേര് സ്പിഗ്നോമാനോമീറ്റർ പിന്നെ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഇപ്പോൾ അവൈലബിൾ ആണ്. വേരിയേഷൻ ഇൻ ബ്ലഡ് പ്രഷർ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഡിസൈഡ് അല്ല ഡിസൈഡ് ബ്ലഡ് റേറ്റ് എന്ന് പറയുന്നത് 120/80 mmHg ആണ്. കണ്ടീഷൻ ഇൻ അതായത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എബവ് ദ നോർമൽ റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ദാറ്റ് ഈസ് അൺഹെൽത്തി ഹാബിറ്റ്സ് സച്ച് ആസ് എക്സസീവ് യൂസ് ഓഫ് salt, fat, കൊഴുപ്പ് പിന്നെ smoking, lack of exercise. If you are not exercising properly also we will get high BP. This condition in which the blood pressure rate goes below the prescribed level. ഈ പ്രിസ്ക്രൈബ്ഡ് ലെവലിനെ കാട്ടിയും കുറവായിട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക ഹൈപ്പോടെൻഷൻ ഉണ്ടാവും അല്ലെ. ഇഫ് നോട്ട് റെഗുലേറ്റഡ് ഹൈപ്പോടെൻഷൻ ഇത് രണ്ടും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ ഉണ്ടാവും. ഫ്രം ദ ബ്ലഡ് ടു ദ സെൽ യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ബ്ലഡ് റീച്ചസ് ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി അല്ലെ. ഈ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കിയാൽ ലിംഫ് കാപ്പിലറി ടിഷ്യൂ സെല്ല് ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ when blood flows from the capillaries the fluid part of the blood oozes into the intercellular spaces through minute pores of the capillary. അതായത് കാപ്പിലറി കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ലിക്വിഡ് പാർട്ട് ഉണ്ടല്ലോ അത് ഊസസ് അത് എന്തിലൂടെ എൻ്റർ ചെയ്യും ഇന്റർസെല്ലുലർ സ്പേസ് ഉണ്ടാവും സെൽസിന്റെ ഇടയിൽ ചില സ്പേസ് ഉണ്ടാവും അതിലേക്ക് എൻ്റർ ചെയ്തിട്ട് കാപ്പിലറി വാളിലേക്ക് റീച്ച് ചെയ്യും. The space the tissue fluid അതിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുക. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ അല്ലേ ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് ഇത്. അതിൽ RBC ഒന്നും ഉണ്ടാവില്ല. ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസും പ്ലേറ്റ്ലെറ്റ്സും മാത്രമാണ് അതിലുണ്ടാവുക. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പൊ എക്സ്ചേഞ്ച് മെറ്റീരിയൽസ് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക ടിഷ്യൂ ഫ്ലൂയിഡും സെൽസും തമ്മിലാണ് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുക. അബ്സോർബ് ഇൻ ദ ബ്ലഡ് ആൻഡ് ലിംഫ് കാപ്പിലറീസ്. ലിംഫ് ഇസ് എ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് കാപ്പിലറീസ് അകത്തുള്ള ഒരു ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് എന്ത് ലിംഫ്. Method of formation of tissue fluid, exchange of material between cells and tissue, method of maintaining the level of tissue fluid in intercellular space,
inside the lymph capillaries. The question raised by Sini at the beginning. Along with the blood in the good lymph endana transport of materials സഹായിക്കും അല്ലേ. അപ്പോൾ ബ്ലഡ് മാത്രമല്ല മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യണം, എന്ത് വേറെ എന്ത് കൂടിയിട്ടാ ലിംഫും. Observe the flow chart given below. Prepare a description of fatty acid. അല്ലേ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും അവിടേക്ക് റീച്ച് ചെയ്യണം ലാക്ടേറ്റ്സ് ലിംഫിൽ, എന്നിട്ട് അത് സ്മോൾ ലിംഫ് ഡക്റ്റിലേക്ക് പോകും, പിന്നെ ലാർജ് ലിംഫ് ഡക്റ്റ്, വീന കവ ബ്ലഡിലേക്ക്, പിന്നെ ഹാർട്ടിലേക്ക്. You have understood that along with the blood circulatory system, circulation of lymph take place ചെയ്യും അല്ലേ. The lymph formed from blood passes through the lymph duct and return to the blood near the heart. ലിംഫ് എന്താണ്, ലിംഫ് ഡക്റ്റിലേക്ക് പാസ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് റിട്ടേൺ ചെയ്യും അല്ലെ, ഹാർട്ടിന്റെ അടുത്തുള്ള ബ്ലഡിലേക്ക് റിട്ടേൺ ചെയ്യും. ഇൻ അഡീഷൻ ടു ലിംഫിനെ കൂടാതെ വേറെ എന്തൊക്കെയാ, ലിംഫാറ്റിക് സിസ്റ്റം, അതിൽ എന്തൊക്കെയുള്ള ലിംഫ് കാപ്പിലറീസ്, നോഡ്, പിന്നെ ഡക്റ്റ് ആൻഡ് സ്പ്ലീൻ പ്ലേ എ മേജർ റോൾ ഇൻ ഡിഫെൻഡിങ് ഡിസീസസ് കോസിംഗ് ജേംസ്. സ്പ്ലീനും ലിംഫ് നോഡാണ് ഡിസീസ് ഉണ്ടാകാതെ തടയുന്നത്. എ ഹെൽത്തി ഹാർട്ട് ഇൻഡിസ്പെൻസിബിൾ ഫോർ ലൈഫ്. വേൾഡ് ഹാർട്ട് ഡേ പറയുന്നത് സെപ്റ്റംബർ 29. ആർട്ടിറോസ്ക്ലോറോസിസ് എന്ന് പറയുന്നത് എന്താ, കണ്ടീഷൻ ഇൻ വിച്ച് അക്യുമുലേഷൻ അല്ലെ, കണ്ടമാന ഫാറ്റ് ഹാർട്ടിന്റെ ആർട്ടറി വാൾസിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് എന്താ ആർട്ടിറോസ്ക്ലോറോസിസ് ഉണ്ടാവുക. അപ്പൊ ആർട്ടറി വാൾസ് എലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യും, പിന്നെ റപ്ചർ ചെയ്യുക, പൊട്ടും അല്ലെ, ഇന്ന വാൾസ് റഫ് ആവും, എന്താണ് ബ്ലഡ് ഈസിയായി ഫ്ലോ ചെയ്യാൻ പറ്റില്ല, ക്ലോട്ട്സ് ഫോം ചെയ്യും. ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആസ് എൻ ആനിമൽ സബ്സ്റ്റൻസ് അല്ലെ, ആനിമൽസിനെ പോലെ പ്ലാന്റ്സിലും ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്, ഏതൊക്കെയാ, സൈലം, ഫ്ലോയം. സൈലം എന്താണ്, വാട്ടർ ട്രാൻസ്പോർട്ട്, ഫ്ലോയം ആണെങ്കിലോ ഫുഡ് ട്രാൻസ്പോർട്ട്. അപ്പൊ കണ്ടക്ഷൻ ത്രൂ സൈലം. വാസ്കുലർ ടിഷ്യൂ ഇൻ പ്ലാന്റ്സ് എക്സ്റ്റെൻഡ് ഫ്രം ദ റൂട്ട്സ് അല്ലെ, റൂട്ട്സിൽ നിന്നും ഏറ്റവും ടോപ്പ് വരെ അവർ എത്തണം. ഇന്റർകണക്ട്. യു ഹാവ് നോൺ ദാറ്റ് വാട്ടർ ആൻഡ് സോൾസ് that roots absorb from the soil reach the xylem through leaves through xylem and vascular tissue അല്ലെ. അപ്പൊ ഈ വേരിൽ നിന്ന് എടുക്കുന്ന വെള്ളവും ലവണങ്ങളും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് സൈലത്തും വാസ്കുലർ ടിഷ്യൂ കൂടിയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ്. വാട്ടർ എങ്ങനെയാണ്, ട്രക്കീഡ്സും വെസൽസും എന്താണ്, ഡെഡ് സെൽസ് ഓഫ് സൈലം. ഡയമീറ്റർ ഓഫ് വെസൽസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ട്രക്കീഡ്സ്. അപ്പൊ ഇത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് കാണുക, ലോങ് പൈപ്പ് ആയിട്ടാണ് കാണുക. Due to the combined action of many processes, ഏതൊക്കെയാണ്, ട്രാൻസ്പിറേഷൻ, റൂട്ട് പ്രഷർ, കൊഹേഷൻ ആൻഡ് അഡിഷൻ. ട്രാൻസ്പിറേഷൻ ത്രൂ എ സിമ്പിൾ എക്സ്പെരിമെന്റ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്, 2 പോട്ടഡ് പ്ലാന്റ് എടുക്കുക, അതിൽ ഒരു പ്ലാന്റിൽ ലീവ്സ് ഒക്കെ ഉണ്ട്, മറ്റേതിലാണെങ്കിൽ ലീവ്സ് ഇല്ല. അപ്പൊ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അടച്ചു വെക്കുമ്പോൾ നമുക്ക് കാണാം പ്ലാസ്റ്റിക് കവർ നിറച്ച് വെള്ളം. ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ അല്ലെ. ഫ്രം ലീവ്സ് ഡ്യൂ ടു ഇവോപ്പറേഷൻ കാരണമാണ് വെള്ളം അതിലേക്ക് കവർ ചെയ്തത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുക. Water reaches leaf cells by osmosis, higher concentration നിന്ന് lower concentration. While water is lost through transpiration, it is raised through the xylem. The cohesion and addition of water molecules enable to rise. Water is lost from the intercellular space of leaves through stomata. അല്ലെ, stomata കൂടിയിട്ടാണ് ട്രാൻസ്പിറേഷൻ വഴി അത് റീച്ച് ചെയ്യുന്നത്. It reduces pressure of the cells in the leaves. In order to compensate this pressure difference, water enters the cells from water എവിടെ നിന്നാണ്, adjacent cells through osmosis കൂടിയാണ് എത്തുന്നത്. Transpiration pool developed due to transpiration helps to carry water to the top. Besides this, water molecules have the capacity ഇല്ലേ, water molecules എന്തുണ്ട്, capacity to stick themselves and with the walls of the vessels through which ഏത് ഭാഗത്തേക്കൂടെയാണോ പോകുന്നത് ആ ഭാഗത്തിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കൊഹിഷനും അഡിഷനും എന്ന് പറയുന്നത്. Along with this, root pressure developed by the cells of the root due to absorption അല്ലെ, റൂട്ട് പ്രഷർ ഉണ്ട്, എന്താണ് അബ്സോർപ്ഷൻ, വെള്ളം റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ഏറ്റവും മുകളിൽ വരെ എത്തുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ത്രൂ സൈലം. ഫുഡാണ് സൈലത്തിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യണത്. എന്ത് വഴിയാണ്, സീവ് ട്യൂബ് വഴി. സൈലം വെസൽസിൽ എന്താണ്, സീവ് ട്യൂബ്സ് ആർ ഓൾസോ സീൻ ആസ് പൈപ്സ് അറേഞ്ച്ഡ് വൺ അബവ് ദ അതർ. പക്ഷെ ഇതിലാണെങ്കിൽ എന്താണ്, ബട്ട് ഡിഫറിങ്, സൈലത്തിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പോർസ്, ചെറിയ ചെറിയ പോറ് നമ്മൾക്ക് ഈ പൈപ്പിലൂടെ കാണാൻ പറ്റും. സൈറ്റോപ്ലാസം ഓഫ് സീവ് ട്യൂബ്സ് ആർ ഇന്റർകണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഫുഡ് മോളിക്യൂൾസ് ക്യാൻ ട്രാവൽ. കമ്പാനിങ് സെൽസ് ആർ ഓൾസോ സീൻ. കമ്പാനിങ് സെൽസും എന്താണ് സീവ് ട്യൂബിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ പ്ലാന്റ്സും ഹ്യൂമൻ ബീയിങ്സും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ ക്ലിയർ ആയി. ഈ ആക്ടിവിറ്റിയിലൂടെയാണ് അവരെന്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യണത് അല്ലെ. That's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.